അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കൊണ്ടുള്ള അച്ചാറുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പപ്പായ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് നല്ലവണ്ണം പഴുക്കാത്ത പച്ച പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതായി എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരേണ്ടതുണ്ട്. അപ്പോഴേക്ക് ഞാൻ പപ്പായ നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കനം കുറച്ച് അരിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലോട്ടൊരു 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ ഏകദേശം നല്ലവണ്ണം പൊട്ടി വരാൻ തുടങ്ങി. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളകൊന്ന് മാറിയിട്ട് അത് നമ്മുടെ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്തൊന്ന് പാകമായിട്ട് വരേണ്ടതുണ്ട്. അതുവരെ അടിയിൽ പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കൊണ്ടേയിരിക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാതെ വേണമെങ്കിൽ നമുക്കത് ചതച്ചെടുത്തിട്ടും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലോട്ട് 1 ടീസ്പൂൺ നമ്മുടെ റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. ഇനി കളറിനാണെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് അച്ചാർ പൊടിയാണ്. അപ്പോൾ അച്ചാർ പൊടി ഞാൻ ഇതിലോട്ടൊരു 2.5 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്, അല്ലാത്തവർക്ക് കുറച്ച് ചേർക്കാം. ഇനി അഥവാ എരിവൊക്കെ ഒന്ന് കൂടിപ്പോയെന്ന് വെച്ചാൽ ആ എരിവിനൊന്ന് ബാലൻസ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ നമുക്കിതിലോട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക, അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ മസാലയിൽ കിടന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ ഇനിയും വിനാഗിരിയും ഈ മസാലയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം വീണ്ടും മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കാം. ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ പപ്പായ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പപ്പായ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് തന്നെ കട്ട് ചെയ്യണം. ഞാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ പപ്പായ അധികം ഇതിലിട്ട് വേവിച്ചെടുക്കുന്നില്ല. ജസ്റ്റ് ഈ മസാലയിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പപ്പായ അരിയുമ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് അരിയാൻ ശ്രമിക്കണം. അങ്ങനെയല്ല, ഞാൻ പപ്പായ നല്ലവണ്ണം നമ്മുടെ അച്ചാറിൻ്റെ മസാലയിലോട്ട് ചേർത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പപ്പായ ഇട്ട് മിക്സാക്കി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം കൂടെ ഓഫ് ചെയ്യണം. അധികം പപ്പായ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ അല്പം കൂടെ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഉപ്പോ പുളിവൊക്കെ കുറവുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പപ്പായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമ്മുടെ ഒരു ഉണങ്ങിയൊരു പോട്ടിലോട്ടിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊക്കെ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.